ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പ്രധാന വിഷയം ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പഴയതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ ലോൺ ആപ്പിൻ്റെ ഭീഷണി കൂടി വരുന്നെന്നൊരു കംപ്ലൈൻറ്റ് കേട്ടു. ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ഒരുപാട് പേരെന്നെ വിളിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നത് എന്ത് ചെയ്തിട്ടും ഇത് പോകുന്നില്ല, ഇവർ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. നാട്ടുകാർ ഈ ഒരു മോർഫ് ചെയ്ത ഫോട്ടോ അയക്കുന്ന സമയത്ത് എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, അവർ നമ്മൾ ആ ഒരു ടൈപ്പിലുള്ള ആൾക്കാരാണെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് അതായത് സ്കൂളിലും കോളേജിലും ഒന്നും കുട്ടികളുടെയോ അല്ലെങ്കിൽ സബോർഡിനേറ്റിനെയോ ഒന്നും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ കുറച്ചേറെ ഈ ഒരു ഫേക്ക് ലോൺ ആപ്പിൻ്റെ ഹരാസ്മെൻറ്റിൽ നിന്ന് നമുക്ക് ഒരു മോചനം ലഭിക്കാൻ നമ്മൾ കുറച്ചേറെ ഓപ്ഷൻസ് ചെയ്തു. 90% റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഫേക്ക് ലോൺ ആപ്പ് നമ്മുടെ കോൺടാക്ട്സ്, SMS ഇതെല്ലാം ആക്സസ് ചെയ്യുമല്ലോ. ഈ ആക്സസ് ചെയ്യുന്ന ഡേറ്റ അവരുടെ കയ്യിൽ തന്നെ കാണാം. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനോ ഒന്നും ചെയ്യാനോ പറ്റില്ല. അപ്പോൾ ഇതിൽ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസും നമ്മുടെ പ്രിയ സബ്സ്ക്രൈബേഴ്സിന് ലഭിച്ച എക്സ്പീരിയൻസും വെച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ വെറുതെ പാനിക്കാകണ്ട, വെറുതെ പാനിക്കായി ഒരു ഇഷ്യൂസും വരുത്തി വയ്ക്കേണ്ട. ഇതൊന്നും ഒരു ചുക്കുമല്ല, നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ സപ്പോർട്ടീവ് വീഡിയോ ചെയ്തു തരാം തീർച്ചയായിട്ടും. പിന്നൊരു ഇൻഫർമേഷൻ പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങൾ ഫേക്ക് ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുക്കരുത്, അതെൻ്റെ റിക്വസ്റ്റാണ്. ഓക്കെ, കാരണം അറിയാത്ത ഒരുപാട് ആൾക്കാർ ഇതിൽ ചെന്ന് ചാടുന്നുണ്ട്. അവർക്കറിയില്ല, അവർക്ക് ഇങ്ങനെ ഹാക്ക് ചെയ്യും അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട്സ് ആക്സസ് ചെയ്തിട്ട് അതിലേക്ക് അശ്ലീല മെസ്സേജും സന്ദേശങ്ങളും അയക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് ഞാൻ എടുത്ത 3 ഫേക്ക് ലോൺ ആപ്ലിക്കേഷൻസ് ഞാൻ പറഞ്ഞു തരാം. ഇത് നോക്കൂ, ഞാൻ ക്യാഷ് ലോഗ് എന്ന് പറയുന്ന ഒരു ഫേക്ക് ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുത്തായിരുന്നു 3662 രൂപ. ഇപ്പോൾ ഓവർ ഡ്യൂ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കാണാം. അപ്പോൾ ആപ്പും മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ലിങ്കിലൊന്നും കൊടുക്കില്ല. ഒരു കാരണവശാലും നിങ്ങൾ അറിയാത്തവർ ഇതിൽ പോകരുത്, പോയി വീഴരുത്. പിന്നെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. കാരണം അറിയാവുന്നവർക്ക് കുഴപ്പമില്ല, അവർ എത്ര ചെയ്യുമെന്ന് അവർക്കറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. പ്രത്യേകിച്ച് മനസ്സിന് കട്ടിയില്ലാത്തവർ, പെൺകുട്ടികൾ, അങ്ങനെ ആരും ഈ ഒരു ഫേക്ക് ലോൺ ആപ്ലിക്കേഷൻ്റെ അടുത്തൂടെ പോകരുത്. അപ്പോൾ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ഇതാണ്. ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാം, മിനിമം 91 ഡേയ്സ്, അതൊന്നുമില്ല. ഏപ്രിൽ 2 2025 എൻ്റെ ഡ്യൂ വരുന്നത്. ഞാൻ അടച്ചിട്ടില്ല. 3565 രൂപയാണ് അവർ EMI കാണിച്ചിരിക്കുന്നത്. അതും ഞാൻ അടച്ചിട്ടില്ല. അതേപോലെ തന്നെ ഈ ഒരു കാണുന്ന ആപ്പും, ഇതിലും എൻ്റെ ഓവർ ഡ്യൂ ആണ്. നിങ്ങൾക്കൊരു ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. 3/2023 എനിക്ക് അടയ്ക്കാനുള്ളത്. 2025 6039 രൂപ ഓവർ ഡ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് 3ഉം ഫേക്ക് ലോൺ ആപ്ലിക്കേഷനാണ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്തതാണ്. പക്ഷേ അവരെൻ്റെ അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക്കലി ഒന്ന് അടുത്തൂടെ പോയി നമ്മുടെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ തന്നെ സ്പോട്ടിൽ തന്നെ എമൗണ്ട് ക്രെഡിറ്റായി. അപ്പോൾ ഇവർ ആദ്യം എന്നോട് ചെയ്തത്, നിങ്ങൾക്കറിയാം, 6ാമത്തെ ദിവസം വാട്സപ്പിൽ എൻ്റെ ആധാർ കാർഡും പാൻ കാർഡും അയച്ചു തന്നിട്ട് പറഞ്ഞു, 1 മണിക്കൂറിനകം പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട്സിൽ നമ്മൾ ആക്സസ് ചെയ്ത് അശ്ലീല ചിത്രങ്ങൾ അയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ വാട്സപ്പ് ഓപ്പൺ ആക്കിയിട്ടില്ല. നമുക്ക് അറിയാമല്ലോ, ഒരു പർട്ടിക്കുലർ നമ്പർ വരുന്ന സമയത്ത്, ഇപ്പോൾ 92 പാകിസ്ഥാൻ്റെ കോഡാണ്, അല്ലെങ്കിൽ ++33+22 ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളത് ഓപ്പൺ ആക്കി നോക്കരുത്. ഓപ്പൺ ആക്കാതെ നമുക്ക് വാട്സപ്പിൽ അറിയാൻ സാധിക്കും അവരുടെ അയച്ച മെസ്സേജ്. നിങ്ങൾക്കത് അറിയാമല്ലോ, അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഞാനത് ഓപ്പൺ ആക്കിയിട്ടില്ല. ഓക്കെ, ഇത് 3 ആപ്ലിക്കേഷനും സെയിം കാര്യമാണ് എനിക്ക് വന്നിരിക്കുന്നത്, സെയിം സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 3ഉം കൂടെ കോമൺ ആയിട്ട് പറയുകയാണ്. പിറ്റേ ദിവസവും എനിക്ക് മെസ്സേജ് അയച്ചു, അതായത് മോർഫ് ചെയ്ത പിക്ചേഴ്സ് വെച്ചുകൊണ്ട്, അത് വളരെ വൃത്തിയായിട്ട പിക്ചർ വെച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ അതും റെസ്പോണ്ട് ചെയ്തില്ല. അപ്പോൾ മെസ്സേജ് അവിടെ സ്റ്റോപ്പ്. 3 ആപ്പിൽ നിന്നും 2 ദിവസം മാത്രമേ എനിക്കിങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് കാണുന്നില്ല എന്ന് അവർ ഉറപ്പ് വരുത്തിയാൽ പിന്നെ അവർ നമ്മളെ ശല്യം ചെയ്യാൻ നിൽക്കില്ല. ഓക്കെ, അവർക്ക് ഒരു വേറെ 50 ലക്ഷം 60 ലക്ഷമൊക്കെ വേറെ കസ്റ്റമേഴ്സ് കാണും. അവരെ പിടിക്കാനായിരിക്കും അവരടുത്ത പോക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് മൈൻഡ് ചെയ്തില്ല. പിറ്റേ ദിവസം, അതായത് 3ൻ്റെ അന്ന് എന്നെ അവർ വിളിച്ചിട്ട് ഹിന്ദിയിൽ സംസാരിച്ചു.
ഹലോ ഭായ് തെരാ ലോൺ അബി ഡ്യൂ ക്യോം ജമാ നീ കർ രഹാ എന്നൊക്കെ പറഞ്ഞ് കുറേ ഹിന്ദിയിൽ കുറേ എന്താ പറയുന്നത് തെറിയും വിളിച്ചു. നമുക്കറിയാം അവരുടെ തെറിയെന്ന് വെച്ചാൽ വല്ലാത്ത തെറിയാണ്, നമുക്ക് സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് തരില്ല. അപ്പോൾ ഞാനിത് മലയാളത്തിൽ സംസാരിച്ചു. എന്താണ് ഭായ്, എന്താണ് മനസ്സിലായില്ല, എന്താണ് ലോണോ, അങ്ങനെ അത് അവർക്ക് മനസ്സിലായില്ല. ഇതൊരു 10 മിനിറ്റിലേറെ ഞാൻ ഇങ്ങനെ മലയാളത്തിൽ സംസാരിച്ചു. അവർ തെറി വിളിച്ച് വെച്ചിട്ട് പോയി. ഈ 3 ആപ്പിലും അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അവർ ഹിന്ദിയിൽ വിളിക്കുന്ന സമയത്ത് ഹിന്ദിയിൽ സംസാരിക്കാതെ മലയാളത്തിൽ തന്നെ സംസാരിക്കുക. അപ്പം എന്താ വിചാരിക്കുന്നത്, അവർക്ക് ഹിന്ദി അറിയില്ല, ഇവരുടെ അടുത്ത് ലോൺ തിരിച്ചു മേടിക്കാൻ ഒരു രക്ഷയുമില്ല എന്നവർക്ക് മനസ്സിലാകും. അവർ പിന്നെ നമ്മളെ ശല്യപ്പെടുത്തില്ല. ഈ 3 ആപ്പിൻ്റെയും വളരെ എന്താ പറയുക, ഞാൻ ജെനുവലി ഹോണസ്റ്റ്ലി ഞാൻ ആ കാര്യം പറയുകയാണ്. ഈ 3 ആപ്പിൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയായിരുന്നു. ഇതിന് പകരം ഞാൻ ആ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്ത് എന്താ പറയുക നോക്കുകയാണെങ്കിൽ, നമ്മൾ നോക്കിയിട്ടും അവർ പ്രതികരിക്കുന്നില്ല എന്ന് അവർക്ക് തോന്നിയാൽ അവർ നമ്മുടെ കോൺടാക്ട്സിലേക്ക് മെസ്സേജ് അയക്കും, അശ്ലീല സന്ദേശങ്ങൾ അയക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കണ്ട. നിങ്ങൾക്കറിയാലോ ഈ ഫോറിൻ നമ്പേഴ്സൊക്കെ വരുന്ന സമയത്ത് ഒരിക്കലും ഓപ്പൺ ചെയ്ത് നോക്കരുത്. അത് അവരാണെന്ന് തന്നെ വെച്ചോളാം. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് ഈ 33-ലും +92-ലും പാകിസ്ഥാനിൽ നിന്നും കോൾ ചെയ്യാനോ മെസ്സേജ് അയക്കാനോ ആരൊന്നുമില്ലല്ലോ. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കരുത്. ഇൻ കേസ് അവർ കോൾ ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുക, അവർ ഹിന്ദിയിൽ സംസാരിക്കും. ഒരു കാര്യമില്ല. ഓക്കെ, അവർക്ക് മനസ്സിലായി ഞാൻ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, അവർ മലയാളം സംസാരിക്കുന്ന ആരും കാണുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 99% ആ ഒരു ഭീഷണിയിൽ നിന്ന് നമുക്ക് എന്താ പറയുക തൽക്കാലം മാറി നിൽക്കാം. തൽക്കാലം എന്നല്ല, പൂർണ്ണമായിട്ട് ഇന്നേ വരെ എനിക്ക് അതിൻ്റെ പേരിലൊരു ശല്യവും ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഈ ലോൺ ആപ്പിൻ്റെ ഭീഷണി, ഇപ്പോൾ നിങ്ങൾ ഈ ലോൺ ഇൻ കേസ് നിങ്ങൾ ആ ലോൺ ആപ്പിൽ കയറി നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ആയിട്ടൊരു സ്റ്റാറ്റസ് വെക്കുക. എല്ലാവരെയും ബോധിപ്പിച്ചുകൊണ്ട് ഒരു സ്റ്റാറ്റസ് വെക്കുക. എങ്ങനെയെന്ന് വെച്ചാൽ ആരോ എൻ്റെ വാട്സപ്പ് നമ്പർ ഹാക്ക് ചെയ്തു, ക്യാഷ് ചോദിക്കുന്നുണ്ട്, ക്യാഷ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലുള്ള കോൺടാക്ട്സിലേക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുമെന്നാണ് പറയുന്നത്. ഇങ്ങനൊരു മെസ്സേജ് വരികയാണെങ്കിൽ ആരും വാട്സപ്പ് ഓപ്പൺ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സന്ദേശം വയ്ക്കുക. ഒരു അഡ്വാൻസ് ആയിട്ടുള്ള നമ്മളൊരു ജാമ്യം എടുക്കുന്ന ഒരു ഓപ്ഷനിലാണ്. അങ്ങനെ വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ പേടിക്കേണ്ടിയോ നാണത്തിൻ്റെയോ ഒരു കാര്യവുമില്ല. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം ലോൺ ആപ്പിൻ്റെ കാര്യം. അപ്പോൾ 2-3 ദിവസം മുമ്പ് ഒരു കുട്ടി എന്നെ വിളിച്ച് പറഞ്ഞു, എനിക്ക് എൻ്റെ എന്താ പറയുന്നത് കോൺടാക്ട്സിലേക്ക് നാട്ടുകാരുടെ നമ്പറിലേക്ക് ഇങ്ങനെ അശ്ലീല മെസ്സേജ് പോയി. അപ്പോൾ അവരെല്ലാം പറയുന്നത് അതങ്ങനെ പോയി കാണും, അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ. അത് ആ കുട്ടിക്ക് ഭയങ്കരമായ ഫീലിംഗ് ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. നാട്ടുകാർ പൊതുജനം പലവിധം, അതൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? നമ്മളൊരു കാലെടുത്ത് വെച്ചാൽ തന്നെ കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടാൽ പിന്നെ അതിൻ്റെ പുറകെ തൂങ്ങി നടന്നോളും. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതായത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാനത് റിസോൾവ് ചെയ്ത് തരാം. സപ്പോർട്ടിങ് വീഡിയോ ഇട്ട് നിങ്ങൾക്കത് റിസോൾവ് ചെയ്ത് തരാം. നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും മോഫ് ചെയ്ത ആ ഒരു പിക്ചേഴ്സും എനിക്ക് ഇട്ട് തന്നാൽ മതി. മോഫ് ചെയ്ത പിക്ചേഴ്സ് എനിക്ക് എന്താ പറയുക ഒന്ന് ബ്ലർ ചെയ്തിട്ട് ഇട്ട് തന്നാൽ മതി. ഞാനത് സപ്പോർട്ടീവ് വീഡിയോ ചെയ്യാം. നിങ്ങളുടെ പേര് വെച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അപ്പോൾ ഇത് അദ്ദേഹമല്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ മറ്റാരോ ചെയ്തതാണ്, ഒരിക്കലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തരുത് എന്ന ആ രീതിയിൽ ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ട്രൂ കോളറിൽ ഞാൻ കോൾ സാധാരണ അവരായിട്ട് വിളിക്കില്ല. ചിലപ്പോൾ വിളിച്ചാൽ നെറ്റ് കോൾ മാത്രമേ വിളിക്കുകയുള്ളൂ. ഇൻ കേസ് കോൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ട്രൂ കോളറിൽ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ട്രൂ കോളറിൽ എങ്ങനെ ഇതൊക്കെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരും ഇതിൽ നിന്നും എന്താ പറയുന്നത് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ മുമ്പ് പറയുന്ന പോലെ നിങ്ങളുടെ വർക്ക് ഏതാണോ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മളുടെ മാനവും അഭിമാനവും ഒന്നും തീരുമാനിക്കുന്നത് ഹിന്ദിക്കാരോ പാകിസ്ഥാൻകാരോ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം. ഓക്കെ, ശരി, ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.